അതിൽ എവിക്റ്റ് ആകുന്ന സീനിൽ ഷാനവാസിൻ്റെ അടുത്തൊന്നും പറയാതെ പോകുന്നതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ട ഒരു സ്പെഷ്യാലിറ്റി. ബാക്കിയൊക്കെ ഇമോഷൻസ്, അവരുടെ കണ്ടസ്റ്റൻസിൻ്റെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ അതൊരു സ്വീറ്റ് മെമ്മറിയാണ് കേട്ടോ. ആ ഒരു വിഷനും അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ. പടയപ്പ മോഡ് സൂപ്പറായിരുന്നു, അടി കൂടുന്നത്. ഇതിൽ കൂടെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ഏകദേശം ഇതൊക്കെ എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്തെന്ന് അറിയാം. അകത്ത് നിൽക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയാണത്. പക്ഷെ അത് പ്രയോജനമില്ല. ഇനി ഓൾമോസ്റ്റ് 3 days കൂടെ ഉള്ളൂ. ഇനി ആരുടെയും കയ്യിലെ ഡിസിഷൻ അല്ല. അവിടെ എന്ത് പ്ലേ ചെയ്തിട്ടും കാര്യവുമില്ല. ഇനി തീരുമാനം മുഴുവൻ ജനങ്ങളുടെ കയ്യിലാണ്. നമ്മളാണ് വോട്ടിട്ട് അവരെ ആരാണെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇതുവരെ മോൾഡ് ചെയ്ത് അവരെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി സെലക്ഷൻ നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അനു വേണോ, അനീഷ് വേണോ, അക്ബർ വേണോ, ഷാനവാസ് വേണോ, അതോ നൂറ വേണമോ എന്നുള്ളത്. നൂറയ്ക്ക് ഇത് ഭയങ്കരമായൊരു മൈൽ സ്റ്റോണാണ്. അതായത് ഇത്രയും പേരെ വെച്ച് ഇവിടം വരെ എത്താൻ പറ്റി എന്നുള്ളത്. പിന്നെ അത് അവളുടെ ഒരു കപ്പാസിറ്റി ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം അവൾക്ക് അവിടെ പ്രൊട്ടക്റ്റീവായി, അവളെ സപ്പോർട്ടീവായി ഒരു കണ്ടസ്റ്റൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ എപ്പോഴും കിക്ക് ഔട്ട് ആയിട്ടുണ്ടാകും. നൂറ ഒരു ഏബിളായൊരു സംഗതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പലപ്പോഴും സഡേറ്റീവ് ടാബ്ലറ്റ്സ് എന്തോ എടുത്തിട്ട് അങ്ങനെ ഒരു ഇതിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് നൂറെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആദില പുറത്തായിട്ടുണ്ട്. ആദില ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുക. പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ തന്നെ ഇൻ്റർവ്യൂ അത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആദിലയ്ക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ മൊത്തം കണ്ടസ്റ്റൻ്റ് പുറത്ത് വരുമ്പോൾ ഇവർ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ഇൻ്റർവ്യൂ ഇതാണ്. ഒരു കുത്തലുമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി ആദില എന്ന ആ ഒരു വിഷജന്തുവിൻ്റെ ഉള്ളിലുള്ള സംഗതി കൃത്യമായി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും ബാധിക്കുമെന്ന് ചോദിച്ചാൽ നോ. കാരണം ആദിലെ ആരും കൺസിഡർ പോലും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് അനുമോളം കൺസിഡർ ചെയ്യുന്നില്ല. ആദിലേക്ക് അത് തോന്നലാണ്. ആദിലേക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അനുമോളുടെ ഉള്ളിൽ നല്ല വിൽ പവറുള്ളൊരു പെണ്ണുണ്ട്. അത് നമ്മൾ ഇന്നലെ ശൈത്യമായിട്ടുള്ള അവളുടെ ഡിസ്കഷനിൽ മനസ്സിലാവും. ഒരു 1 hour 2 hour അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കേട്ട് റിപ്പീറ്റഡ് അല്ലെയാണ് അവർ പറയുന്നത്. അതേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഡമൻ്റായിട്ട് ഞാൻ പറഞ്ഞത് ശരിയെന്ന് രണ്ടുപേരും വാദിക്കുകയാണ്. ആ ഒരു വാദപ്രതിവാദത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അനുമോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അനുമോൾക്ക് പുറത്തെ വിഷനൊന്നും വേണ്ട. അനുമോൾ അത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി പോകുന്ന കണ്ടസ്റ്റൻസിന് അതൊരു തിരിച്ചറിവാണ്. നമ്മൾ വിടുന്ന ഗ്യാസ്, അതായത് വെളീനെ പോലും വിശ്വസിക്കരുത്. അമ്മാതിരി ഒരു സംഗതിയോടുകൂടി അതിനകത്ത് പോവുക. വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അതായത് ഷോ കാണണമെന്ന് നിർബന്ധമില്ല, വേറെന്തെങ്കിലും ഒന്നും നിർബന്ധമില്ല. നമ്മളെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് പോവുക. ഒരു മനുഷ്യനെ വിശ്വസിച്ച് ഒരു കമൻട്രിയും പറയാനും പോകരുത്. ഒരു പ്രവർത്തിക്കും പോലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരാളോടും ഡിസ്കസ് ചെയ്യരുത്. ഓൺലി ഫോക്കസ് ഓൺ യുവർ ഗെയിം ആൻഡ് നമ്മൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ടൈം യു ആർ ഇൻ പബ്ലിക്. ബാത്റൂമിലും ഉറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബാത്റൂമിൽ മാത്രം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നൊരു തോന്നൽ മറന്നു പോകാതെ മനസ്സിൽ വെച്ചേക്കുക. അത് മനസ്സിൽ വെച്ചത് അനുമോൾ മാത്രമാണെന്നാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ കൂടെ മനസ്സിലായിട്ടുള്ളത്. പുറത്തേക്ക് പോകുമ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത ഒരു എവിക്ഷൻ തന്നെയാണെന്ന് തന്നെയാണ് ആദില പറയുന്നത്. ഒരു 3 ചോദ്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് പറയാം. ഒന്ന്, അനുമോളുമായിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അനുമോള് ഞങ്ങളെ പറഞ്ഞതിനോട് ഞങ്ങൾക്കൊരു പൊരുത്തക്കേടുണ്ടത്. അതെന്താ? തപ്പപ്പപ്പ എന്ന് പറയുന്ന അല്ലാതെ അത് കൃത്യമായി അവൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ അവൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തിനെ തയ്ക്കുക അതിനുശേഷം സുഹൃത്താണ് കുറ്റക്കാരി എന്ന് പറയുക എന്നൊരു ഫോം ഉണ്ടല്ലോ, അതാണ് ഇന്നലെ ആദിൽ അവിടെ പ്രാവർത്തികമാക്കിയത്. അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് കൃത്യമായി അവളെ വേദനിപ്പിക്കാതെ അവളെ വായി കൊണ്ട് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ആങ്കർ. സൂപ്പർ. ആ പെണ്ണിന് എൻ്റെ ഒരു സല്യൂട്ട്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതൊന്നും ചോദിക്കാതെ, അവളെ വേദനിപ്പിക്കാതെ, പക്ഷേ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ കൃത്യമായി ചോദിച്ച് അവളിൽ നിന്ന് അത് പുറത്തേക്ക് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ആരെയാണ് പ്രതിനിധീകരിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ പ്രതിനിധീകരിച്ച് പോയിരിക്കുന്ന ആ ഒരു വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ആ വിഭാഗത്തിന് വേണ്ടി അവൾ വായി തുറന്നിട്ടില്ല. പകരം ആ വിഭാഗം ഒരു വൃത്തികെട്ട വിഭാഗമാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. നീ ആ വൃത്തികെട്ട കാർഡിറക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ നെവീനെ എന്ന് അവൾ പറയുന്നിടത്ത് ആ വൃത്തികെട്ട വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനകത്ത് പോവുക എന്നത് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളതാണ്. ഇത്രയും ക്രൂക്കഡായ ഒരു സ്ത്രീ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ആര്യൻ്റെ കാര്യം പറയുന്നു. അടുത്തത് ആര്യൻ്റെ, അതായത് നിങ്ങൾ പൊസസീവ് ആണോ എന്നൊരു ചോദ്യം. യെസ്, ഐ ആം പൊസസീവ്.
ആ പൊസസീവ് എന്ന വേർഡ് നിങ്ങൾക്കും നമുക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഡായിട്ടാണ് ആ ആങ്കർ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് അറിയാമോ? പൊസസീവ് ഇന്നെ മീൻസ് ഒരാളെ നമുക്ക് താല്പര്യം തോന്നിയാൽ അയാളെ നമ്മൾ ഗ്രാബ് ചെയ്യുകയാണ്. നമ്മൾ അയാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഷീ ഓർ ഹി മൈനാണ്. അത് പിന്നെ ഒന്നിനും പാടില്ല. ഇത് പെണ്ണുങ്ങളിലുണ്ട് ആണുങ്ങളിലുണ്ട്. ഇതിന് പൊസസീവ് എന്ന് പറയരുത്. ഇതൊരു തരം ജയിലാണ്. ചില ആൺകുട്ടികൾ കണ്ടിട്ടില്ല, ഭാര്യയ്ക്ക് അടിമയായിരിക്കും. അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ആരും വേണ്ട. അവൾ പറയുന്നതിനപ്പുറം പോകത്തില്ല. കാരണം അവൻ ആത്മാർത്ഥമായി അവളെയും അവളിൽ കൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. അവരെ വിട്ടുപോകാൻ വയ്യാത്തത് കൊണ്ട്, മറ്റേത് റിലേഷൻഷിപ്പും എനിക്ക് പറഞ്ഞു നിർത്താൻ പറ്റും എന്നുള്ളത് കൊണ്ട് അവളുടെ അടിമയായി അവിടെ നിൽക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഉള്ള ഏറ്റവും വലിയ തോൽവിയാണത്. കാരണം അവളടുത്ത് അങ്ങനെ നിന്നില്ലെങ്കിൽ അവൾ നഷ്ടപ്പെടും എന്ന് വെച്ചാൽ അത് അത്രമാത്രം സ്ട്രെങ്ത് ഉള്ളൊരു ബന്ധമല്ല എന്നും അതിനകത്തൊരു ധ്വനിയുണ്ട്. മറ്റെല്ലാ ബന്ധങ്ങളും സ്ട്രോങ് ആണ്. മിണ്ടിയിലേലും സംസാരിച്ചില്ലേലും അകന്ന് നിന്നാലും അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥവും, അല്ലെങ്കിൽ ആ കാണിക്കുന്നതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെയാണ് പെണ്ണുങ്ങളുടെ കാര്യം. കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വിടൂല, കുടുംബത്തിൽ വിടൂല, കൂട്ടുകാരോടെ വിടൂല, കല്യാണങ്ങൾക്ക് വിടൂല, ഒന്നിനും വിടൂല, എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണമെന്ന് പറയുന്നില്ലേ? അത്തരം പൊസസീവ്നെസ് അവൾക്കുണ്ട് എന്നുള്ളതാണ് പറയാതെ അവളെ കൊണ്ട് തന്നെ പറയിക്കുന്നത്. അതിൽ കൂടെയുള്ള പാർട്ട്ണറോട് അവൾക്ക് സ്നേഹമല്ല എന്ന് പറയാൻ ആര്യൻ്റെ വിഷയം എടുത്തിരുന്നു. ആര്യനെ പാമ്പർ ചെയ്യണം, ആര്യന് പുറത്തൊരു ലൈഫുണ്ട്, ആര്യനെ സെക്യൂർ ചെയ്യണം. എടി എന്തരച്ചി മോളെ, പുറത്ത് നൂറയ്ക്കൊരു ലൈഫില്ലേ? നൂറയെയും നൂറയുടെ കുടുംബത്തെയും ടാണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ വായി കൊണ്ട് തന്നെ അവളെ കുടുംബത്തെ തെറി വിളിപ്പിച്ച മിട്ടിക്കുകയാണ് അവൾ. ഇപ്പോഴല്ലായിരുന്നു ബിഗ് ബോസ് ഇവളെ പുറത്ത് വിടേണ്ടത്. ഇവളെ പുറത്ത് വിടേണ്ടത് 2-3 വീക്സ് ബിഫോർ വിടണമായിരുന്നു. എങ്കിൽ നൂറ നല്ല ക്ലിയർ ആവുമായിരുന്നു. കപ്പ് നൂറയ്ക്കും കിട്ടിയേനെ. ഇനി എനിക്കറിയത്തില്ല, പക്ഷേ നൂറയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകും. ഇപ്പോഴല്ല, നൂറ ഒരുപാട് വൈകി കാര്യം തിരിച്ചറിയും. ഈ ഒരു ബിഗ് ബോസ് തന്നെ ഏറ്റവും നല്ല തിരിച്ചറിവാണ്. അന്നത്തെ സംസാരം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അവൾ നിന്നെ നോക്കി കാണിച്ചപ്പോൾ നിനക്ക് സുഖിച്ചോ എന്നാണ് അവൾ ചോദിച്ചത്. അവൾ പറയണേ, എന്നെ അങ്ങനെ പറയരുത്, അത്തരം മോശ വർത്തമാനം എന്നെ പറയരുത്. അവളാണ് പരാതി പറഞ്ഞത്, അനുമോളാണത് പരാതി പറഞ്ഞതെന്നാണ് പറയുന്നത്. അനുമോളാണോ ആ പ്രശ്നം ഉണ്ടാക്കിയത്? അനുമോൾ ആ സെക്ഷനിലില്ല, അനുമോൾ അത് കണ്ടിട്ടുമില്ല. ആരാണത് കണ്ടത്? അവൻ വയറിൽ നോക്കുകയും അൺകംഫർട്ട് ആയത് ആരാണ്? നൂറയാണ്. ആദില പറയുന്നത് കണക്ക് അത് അനുമോളല്ല. അവിടെ അനുമോളെയാണ് അവൾ കൊണ്ടുവന്ന് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അനുമോൾ പറയുന്നു, അല്ല അമ്മക്ക് അങ്ങനെ ഒരു പ്രശ്നം അല്ല, നൂറയ്ക്കായിരുന്നു പ്രശ്നം. നൂറ അത് ഇൻസൾട്ടഡ് ആയിരുന്നു. പിന്നെ അവൻ സോറി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നൂറ കള്ളിയാണ് എന്നു ഒരു ധ്വനിയില്ലേ അതിനകത്ത്. അപ്പോൾ നൂറ എന്ന തൻ്റെ പാർട്ട്ണറെ ഇവൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണത് ശുദ്ധ നുണയാണ്. കാരണം ആ കുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷനാണ് അവൾ അവിടെ നടത്തിയിട്ട് ഇറങ്ങുന്നത്. ആര്യനോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, ആര്യൻ്റെ അടുത്ത് ആ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. മാനറിസമുള്ള അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുള്ളൊരു പെണ്ണ്. എൻ്റെ പാർട്ട്ണർ എന്നോട് വന്ന് പറഞ്ഞത് അതാണ്. സോ ഇഫ് ആരെങ്കിലും ഒരു സോറി പറയണമെങ്കിൽ ആ സോറി പറയേണ്ടിയിരുന്നത് നൂറയാണ്, ആദിലയല്ല. ആദിലയല്ല അവിടെ ആ കുറ്റച്ചാട്ട് വെച്ചത്. ആദില സോറി പറയേണ്ടിയിരുന്നത് നൂറയോടാണ്. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ച് നിന്നോട് ഞാൻ മോശം പറഞ്ഞു എന്ന് പറയേണ്ടത് നൂറയോടായിരുന്നു. പക്ഷെ ആദില പറഞ്ഞത് ആര്യനെയാണ്. അപ്പോൾ അവിടെ വ്യക്തമല്ലേ, ഇവക്കൊരു മലരുമില്ല, ഇവക്ക് പൊസസീവ്നെസ് അല്ല. ഇവള് അവളെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ വെച്ചിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുവന്നാണ് കൂടെ വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. മനസ്സിലാക്കാൻ ആ ഇൻ്റർവ്യൂ നിങ്ങൾ പോയി കാണണം നിർബന്ധമായി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ശൈത്യ 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 എന്ന് പറയുന്നത് എടി കട്ടപ്പച്ചിയാണ് ആ പെണ്ണ്. ആ പെണ്ണ് എത്ര ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോളാണ്. ബിഗ് ബോസിൻ്റെ ഹെവി റിസ്കിലാണ് ശൈത്യ എന്ന പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. മേ ബി അവൾക്ക് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് അതിനകത്ത് ഉണ്ടാകാം, അതുകൊണ്ടാണ് അവൾ അവിടെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നക്കാരാക്കുന്ന വ്യക്തികളെ മറ്റാരും പ്രോഗ്രാംസിന് വിളിക്കാറില്ല. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് നാട് നീളെ നടന്ന് പൈസ കൊടുത്ത് ആളുകളെ കൊണ്ട് പറയിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മകൾക്ക് ആ ക്യാരക്ടർ ഉണ്ടാകണം. നമ്മൾ പണം ഇറക്കി കുട്ടികളെ പല സ്കൂളുകളിൽ ചേർക്കും, പലയിടത്ത് പഠിപ്പിക്കാൻ വിടും, പലത് ചെയ്യും. പക്ഷേ മക്കൾ എങ്ങും എത്താത്തത് എന്തുകൊണ്ടെന്നറിയാമോ? ആ എബിലിറ്റി എന്ന് പറയുന്ന സാധനം അത് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. അത് കുട്ടികൾക്കില്ല. ഇല്ലാത്തവർ അതിന് മെനക്കെടാതിരിക്കുക. നമ്മുടെ പണം നഷ്ടപ്പെടുമെന്നതിനപ്പുറം അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് മനസ്സിലായ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആദില എന്ന പെണ്ണിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ ആ ഇൻ്റർവ്യൂ ഉപകരിച്ചു. അത് നല്ലൊരു ടേമാണ്. അവരിറങ്ങിയ ഉടനെ അവരുടെ അടുത്ത് കാര്യം ചോദിച്ചിട്ട് അവരെ അങ്ങോട്ട് ഇറക്കി വിടുക എന്നുള്ളത്. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ പണ്ടാരമടങ്ങി നിൽക്കുന്ന ഷാനവാസിനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. സത്യത്തിൽ അയാൾ മനുഷ്യരെ മനസ്സിലാക്കിയ, മനുഷ്യരുടെ നെഞ്ചിലേക്ക് കയറിയ വ്യക്തിയാണെന്ന് ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം, അയാൾ ഒരു പ്ലാനും കൊണ്ടാണ് അവിടെ വന്നത്. അയാൾക്ക് കപ്പൊന്നുമല്ല എന്ന് ആര് പറഞ്ഞു? അയാളോട് ചോദിക്കാത്ത എന്ത് കപ്പ് വേണോ വേണ്ടതെന്ന്? കപ്പ് അയാൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് അയാളുടെ ആഗ്രഹം.
അയാളുടെ മാത്രമല്ല അയാളെ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹം ഷാനവാസ് കപ്പ് കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഷാനവാസിൽ ഒരു നല്ല മനുഷ്യൻ ഉറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ ആ ഒരു സ്നേഹം, അതായത് അയാൾക്ക് റിലീജിയസ് ആയിട്ട് നിങ്ങളോടാണ് താല്പര്യം വന്നത്, അതേസമയം അങ്ങനെ ഒരു കാര്യം അയാൾക്ക് ഇല്ലായിരുന്നെങ്കിൽ, അയാൾക്ക് അനുമോളോടാണ് ആ അഫെക്ഷൻ വന്നിരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അയാൾക്ക് മനസ്സിലായില്ല ഈ പെണ്ണുങ്ങൾ കാണിക്കുന്നതിൻ്റെ എക്സാക്റ്റ് സാധനം പുറത്തിറങ്ങുമ്പോഴേ അയാൾക്ക് മനസ്സിലാവുള്ളൂ ഷാനവാസിന്. അതിൽ ഡെപ്ത് എന്താണെന്നും അതിൻ്റെ വേദന എന്താണെന്നും ഞാൻ ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മകളെ പറഞ്ഞുകൊണ്ട്. നിൻ്റെ മകളാണെങ്കിൽ ഇത് ചെയ്യുമോടാ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോ അയാളൊന്ന് കണ്ട് ദേഷ്യമില്ലാതെ ഇരുത്തം വന്നത് കാണുകയാണെങ്കിൽ അയാൾക്ക് ഈ എല്ലാം മനസ്സിലാക്കും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കും. ആദിലയുടെയും നൂറയുടെയും പേരൻസ് അനുഭവിക്കുന്ന മനോവേദന മനസ്സിലാക്കും. പ്രോഗ്രസീവ് തോട്ടുകാരെ, നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനേക്കാൾ വൾഗാരിറ്റി ഉണ്ടാകും. കുഞ്ഞു മക്കളെ വിവാഹം കഴിക്കുന്ന തെറ്റില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നു. കാലം മാറിയപ്പോൾ നമുക്ക് മനസ്സിലായി അല്ല, അത് തെറ്റാണ്. മെച്യൂരിറ്റി വേണം. ആണുങ്ങൾക്ക് 22 വയസ്സ് വിവാഹപ്രായം നിജപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഡിഗ്രി കഴിയും അവർ തൊഴിൽ മേഖലകളിലേക്ക് പോകും. ഒരു തൊഴിൽ ഗൃഹനാഥന് അനിവാര്യമാണ്. അതിൻ്റെ ബേസിലാണ് അവർക്ക് 22 വയസ്സെന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത്. പെണ്ണിന് 18 വയസ്സെന്ന്. പെണ്ണ് 18 വയസ്സ് മതി. അവൾ തൊഴിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗൃഹനാഥൻ ആരായിരിക്കണം? ആണായിരിക്കണം. ആൺ മേൽക്കോയ്മയുള്ള ഒരു കാലഘട്ടത്തിൽ തീരുമാനിച്ച ഡിസിഷനാണ്. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ 18 വയസ്സ് മതി എന്ന ഒരു നിയമം ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ആ നിയമം എന്തിനാണ്? 18 വയസ്സാകുമ്പോൾ ആണിന് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു കുടുംബം എന്ന രീതിയിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവനൊരു തൊഴിലുണ്ടാകണം. തൊഴിലുണ്ടാകാനുള്ള മിനിമം എഡ്യൂക്കേഷൻ നേടിയെടുക്കാനാണ് 22 വയസ്സ് എന്നുള്ളത് നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് ഒരു പോയിന്റ്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ചില നിയമങ്ങൾ അങ്ങനെ തന്നെയാണ്. അതേപോലെ ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറയുന്ന ലെസ്ബിയൻ, ഗേ, ഇതൊക്കെ. നിങ്ങൾക്ക് ഗേ കപ്പിൾസിനെയാണ് ഇഷ്ടമെങ്കിൽ അത് ജനറലൈസ് ചെയ്യുകയും നോർമലൈസ് ചെയ്തും കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ആദിലയും ശരികയും പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. എന്താ പറഞ്ഞത്? അനുമോള് ലെസ്ബിയനാണോ എന്ന്. ഞങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. ഞാൻ ലെസ്ബിയനാണെന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ ഞാൻ ലെസ്ബിയൻ എന്ന് പറയും. അതെന്തുകൊണ്ടെന്നറിയാം? ദേഷ്യം കൊണ്ട് പറയണത്. ഒരാൾ തെറി വിളിക്കുന്നതിന് പകരം ലെസ്ബിയൻ എന്ന് പറയും. പണ്ട് 9 ആണോടാന്ന് ചോദിക്കും, ആണും പെണ്ണും കെട്ടതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തെറിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നോർമലൈസ് വരികയാണ്. പക്ഷേ ഈ ട്രാൻസ് എന്ന് പറയുന്ന വിഭാഗം, ഞാൻ LGBTQ മൊത്ത കമ്മ്യൂണിറ്റി അല്ല പറയണത്, ക്യൂർ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ആൺ ശരീരത്തിലുള്ള പെണ്ണും പെൺ ശരീരത്തിലുള്ള ആണും അനുഭവിക്കുന്ന ടോർച്ചർ, അവർക്ക് സോഷ്യലി ഉണ്ട ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ട് കൺസേൺ ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, ആ ഒരു വിഭാഗം അർഹിക്കുന്ന സഹതാപമോ പരിഗണനയോ ലെസ്ബിയനോ ഗേക്കോ കൊടുക്കേണ്ടതില്ല. അവരുടെ ഉള്ളിലുള്ള സെക്ഷുവൽ വൈകൃതം മാത്രമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ അതിനി എന്ത് മെഡിക്കൽ ഫോം കൊണ്ടുവച്ചാലും ഐ ഡോണ്ട് ട്രസ്റ്റ്. എനിക്ക് താല്പര്യമില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു എണ്ണം ഉണ്ടെങ്കിൽ ആ കുട്ടി അവിടെ ഇരുന്നോട്ടെ. അതിന് പാർട്ട്ണറായിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വെക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഒരാണിനെ കൊണ്ടുവയ്ക്കുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അത്തരം സംഗതികൾ ഞാൻ അലോഡ് ചെയ്യത്തില്ല. കടുക്ക കഷായം കലക്കി കൊടുത്താൽ മതി, സെക്ഷൽ ഫീലിങ്ങേ നഷ്ടപ്പെട്ടുള്ളൂ. ചിലയിടങ്ങളിൽ ചിലത് അനിവാര്യം തന്നെയാണ്. നമ്മളെന്തിനാ അത് ചെയ്യുന്നത്? അത് വേണം. മറ്റുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ തോന്നി അതുപോലെ ചെയ്ത്തുകൾ ചെയ്യാൻ തുനിഞ്ഞാൽ സൊസൈറ്റിയുടെ അവസ്ഥ എന്താകും? ഇത് കണ്ട് ഫോളോ ചെയ്യില്ലേന്ന് ചോദിക്കുന്നു. എത്ര പേരാണ് ഫോളോ ചെയ്യുന്നത്? എത്ര പേരാണ് മുന്നോട്ട് വരുന്നത്? അതും ഇസ്ലാം മതത്തിലെ കുട്ടികളെ തന്നെ ചൂസ് ചെയ്യുന്നത് എന്താണ്? എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളോടായിരുന്നു താല്പര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം പെൺകുട്ടി. ഇപ്പോൾ അനുമോളുടെ കേസും അങ്ങനെ തന്നെ. അനുമോൾക്ക് ആൺ സുഹൃത്തുക്കൾ കുറവല്ലേ, പെൺ സുഹൃത്തുക്കളല്ലേ ഉള്ളൂ. നമുക്ക് കംഫർട്ട് തോന്നുന്ന അവരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ്? അവർ നമ്മളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. ഒന്നിനു മുമ്പേ നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് പറയത്തില്ല. ഇപ്പം അനീഷിനോട് കുറച്ചൊന്ന് അനുകൂലിച്ച് ഇടപെട്ട ഉടനെ അനീഷ് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചില്ലേ? ആ ഒരു ചോദ്യം പെണ്ണിൽ നിന്ന് വരത്തില്ല എന്ന ധൈര്യത്തിലല്ലേ നമ്മൾ പെൺ സുഹൃത്തുക്കളെ പരിഗണിക്കുന്നത്. അവിടെയാണ് ഈ ലെസ്ബിയൻ കപ്പിളിനെ കൊണ്ടുവന്നതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത്. നമുക്ക് സുഹൃത്തുക്കളെ ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അരാജകത്വത്തിനാണ് ഇവർ പ്രൊമോട്ട് ചെയ്യണത്. ഇത് പുരോഗമനവാദമല്ല, അരാജകത്വമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. നിങ്ങൾക്കിതിന് വേണമെങ്കിൽ പഴയകാല വസന്തമെന്നോ പ്രോഗ്രസീവ് തോട്ടില്ലാത്ത ഒരു തൈക്കളവീന്നോ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞാൻ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അപ്പോഴും ഞാൻ പറയുന്നു, LGBTQയിൽ ആൺ ശരീരത്തിലുള്ള പെണ്ണിനെയും പെൺ ശരീരത്തിലുള്ള ആണിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊപ്പം ഞാൻ തന്നെ അവർക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. എന്ത് സപ്പോർട്ടും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. പക്ഷേ
ഇത്തരത്തിലുള്ള കാമപേക്കൂത്തിന് മാത്രം നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. അതിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ സെക്ഷുവാലിറ്റി മാത്രമാണ് എല്ലാവർക്കും കൺസേൺ. അതും ഒരു കൺസേൺ ആണടേ. നീ അവിടെ കാണിച്ചത് മുഴുക്ക അതാണടേ. അപ്പോൾ അത് കൺസേൺ ചെയ്യത്തില്ലേ? താങ്ക് യു.